ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു കൊണ്ടുള്ള ഒരു കിഡിലൻ മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ്. സാധാരണ ചക്കക്കുരു മിൽക്ക് ഷേക്കിനേക്കാളും വ്യത്യസ്തമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സ്പെഷ്യൽ ഫ്ലേവറൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 12 ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചക്കക്കുരു എല്ലാം നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു വിസിലാവുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു എല്ലാം നന്നായിട്ട് ഉടച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചതിന് ശേഷം നമുക്കിത് അടിച്ചെടുക്കാം. ഇനി ഇതോടൊപ്പം നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പം ഞാൻ 5 ഈത്തപ്പഴം കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ പാല് ചേർത്ത് അടിക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച നല്ല കട്ട പാലാണ്. അതുപോലെ ചിലർക്ക് പാല് തിളപ്പിക്കാതെ കുടിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ പാല് നന്നായിട്ട് തിളപ്പിക്കുക, അത് തണുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുക്കുക. അപ്പോൾ പാലിൻ്റെ പച്ച ചുവ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ തിളപ്പിച്ച് കട്ടയാക്കിയ പാല് യൂസ് ചെയ്യാം. അതുപോലെ ഞാനിവിടെ ഫുൾ കട്ടയാക്കിയിട്ടില്ല, കുറച്ച് ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിൻ്റെ അളവനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 ടേബിൾ സ്പൂൺ ഹോർലിക്സ് പൊടിയാണ്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റിയുമാണ്. ഹോർലിക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ബൂസ്റ്റിൻ്റെ പൊടിയും ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇനി നമ്മുടെ ചക്കക്കുരു ഷേക്കിനെ വെറൈറ്റി ആക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ പിസ്ത ഇലാച്ചി മിക്സ് എന്ന് പറയുന്ന ഒരു എസൻസ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 3-4 ഡ്രോപ്പ് ചേർത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പിസ്ത ഫ്ലേവേർഡ് ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അതിട്ടോ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതില്ലെങ്കിൽ തന്നെയും നമുക്കിത് പ്ലെയിൻ ആയിട്ട് തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.